ജാലിയൻവാല ബാഗിലെ കൂട്ടക്കൊലയും ഉദ്ധം സിംഗിൻ്റെ പ്രതികാരവും ഒരു വീരേതിഹാസമാണ്. പഞ്ചനദികളുടെ നാട്ടിൽ അമൃത സരോവരത്തോട് ചേർന്ന് ജാലിയൻവാല ബാഗ് നിലകൊള്ളുന്നു. ഇന്ത്യൻ ദേശീയതയുടെ പോരാട്ട വീര്യത്തിൻ്റെ ഉജ്ജ്വല സ്മാരകമാണത്. മണ്ണിൻ്റെ മക്കളുടെ മാറുപിളർന്നൊഴുകിയ ചോരയ്ക്ക് ചുടുചോര കൊണ്ട് കണക്ക് പറഞ്ഞ രക്തസാക്ഷികളുടെ രാജാവ് ഉദ്ധം സിംഗ് എന്ന സമര പോരാളിയുടെ പാദസ്പർശമേറ്റ് ധന്യമായ മണ്ണ്. 1919 ഏപ്രിൽ 13 ഒരു ഞായറാഴ്ച. അന്ന് ബൈശാഖി ആഘോഷം കൂടിയായിരുന്നു. അമൃതസറിലെ ജാലിയൻവാല ബാഗ് ഉദ്യാനം ജനസഞ്ചയത്താൽ നിറഞ്ഞു. സമയം വൈകിട്ട് 5:30 മണി. വിചാരണ കൂടാതെ ജനങ്ങളെ തടവിൽ പാർപ്പിക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ കിരാത നിയമമായ റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിക്കാൻ നിരവധി ദേശസ്നേഹികൾ ജാലിയൻവാല ബാഗ് മൈതാനത്ത് ഒത്തുകൂടി. ബ്രിട്ടീഷ് പട്ടാള ഉദ്യോഗസ്ഥനായ ബ്രിഗേഡിയർ ജനറൽ ഡയറിൻ്റെ നിർദ്ദേശപ്രകാരം പട്ടാളം നിരായുധരായ ഇന്ത്യൻ ജനതയ്ക്കു നേരെ വെടിവെച്ചു. 3 വശവും മതിലുകളാൽ ചുറ്റപ്പെട്ട അവിടെ കിടന്ന് ജനങ്ങൾ പിടഞ്ഞു മരിച്ചു. 15 മിനിറ്റ് കൊണ്ട് 50 പട്ടാളക്കാർ 1650 റൗണ്ട് വെടി പൂർത്തിയാക്കി. അപ്പോൾ രക്തസാക്ഷികളായത് ഇന്ത്യയുടെ 1000-ലധികം കർമ്മഭടന്മാർ. വെടിയുണ്ടകൾ തീർന്നതുകൊണ്ടാണ് വെടിവെപ്പ് നിർത്തിയത്. സമരഭൂമിയിൽ ഒരു 19കാരൻ കുടിവെള്ളം വിതരണം നടത്തുന്നുണ്ടായിരുന്നു. വെടിവെപ്പിൽ ആ ഉദ്ധം സിംഗ് എന്ന ചെറുപ്പക്കാരൻ്റെ കാലിന് പരുക്കേറ്റു. നേരിൽ കണ്ട കൂട്ടക്കൊല അവൻ്റെ മനസ്സിൽ പ്രതിഷേധത്തിൻ്റെ ഉമിത്തി ആളിക്കത്തിച്ചു. ആ ജാലിയൻവാല ബാഗിൽ നിന്ന് ഭഗത് സിംഗ് ഒരു നുള്ളു മണ്ണെടുത്ത് ഒരു ചിമിഴിലടച്ച് എപ്പോഴും സൂക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നതുവരെ നടന്നത്. ഉദ്ധം സിംഗ് പ്രതികാര വാഞ്ചയോടെ പകരം വീട്ടാൻ ജനറൽ ഡയറെ തേടി പലയിടത്തും അലഞ്ഞു നടന്നു. തൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിനായി 1934 ഉദ്ധം സിംഗ് ലണ്ടനിലെത്തി. അതിനു മുമ്പ് ജനറൽ ഡയർക്ക് വീരരത്നമാല നൽകി ലണ്ടൻ ജനത അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടും ആ യുവ പോരാളി ഉദ്യമത്തിൽ നിന്ന് പിന്മാറിയില്ല. 1940 മാർച്ച് 13 ഇംഗ്ലണ്ടിലെ കാങ്സ്റ്റൺ ഹാളിൽ സെൻട്രൽ ഏഷ്യൻ സൊസൈറ്റിയുടെയും ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ്റെയും പരിപാടിയിൽ ഡയർ പങ്കെടുക്കുന്നതായി ഉദ്ധം സിംഗ് അറിഞ്ഞു. 21 വർഷമായുള്ള തൻ്റെ കാത്തിരിപ്പിന് വിരാമം കുറിച്ച് ഉദ്ധം സിംഗ് യോഗസ്ഥലത്തെത്തി. പുസ്തകത്തിനകത്ത് പേജുകൾ റിവാൾവറിൻ്റെ രൂപത്തിൽ വെട്ടി അതിനുള്ളിൽ റിവാൾവർ ഒളിപ്പിച്ച് ഉദ്ധം സിംഗ് അകത്ത് കിടന്നു. ഡയറിനെ വെടിവെച്ചു വീഴ്ത്തി. ജാലിയൻവാല ബാഗിലെ രക്തം തളം കെട്ടിയ ആ കറുത്ത ഞായറാഴ്ചയ്ക്ക് ഉദ്ധം സിംഗ് പകരം വീട്ടിയത് 2 വെടിയുണ്ടകളാൽ മാത്രം. ഡയർ എന്ന 75കാരൻ തൽക്ഷണം മരിച്ചു വീണു. ഉദ്ധം ഓടിയൊളിച്ചില്ല, നിയമത്തിന് മുന്നിൽ കീഴടങ്ങി. കൊലക്കുറ്റം ചാർത്തി ഉദ്ധം സിംഗിനെ അറസ്റ്റ് ചെയ്തു. 1940 ഏപ്രിൽ 1 കോടതിയിൽ ഹാജരാക്കി. പേരെന്താണെന്ന് പോലീസിൻ്റെയും കോടതിയുടെയും ചോദ്യത്തിന് ഉദ്ധം സിംഗിന് ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ: റാം മുഹമ്മദ് സിംഗ് ആസാദ്. മുഹമ്മദ് ഹിന്ദുമതത്തിൻ്റെയും സിഖ് മതത്തിൻ്റെയും പ്രതീകങ്ങളായ 3 പേരുകൾ കൂട്ടിച്ചേർത്താണ് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന് അദ്ദേഹം പറഞ്ഞത്. ആ ദേശാഭിമാനിയുടെ ആ മറുപടി കേട്ട് അദ്ദേഹത്തിൻ്റെ നിരപേക്ഷത തിരിച്ചറിഞ്ഞ് ആളുകൾ ഇന്നും രോമാഞ്ചമണിയുന്നു. കണ്ണുകെട്ടിയെങ്കിലും നിഷ്പക്ഷമല്ലാത്ത നീതിപീഠത്തെ നോക്കി പ്രതിക്കൂട്ടിൽ നിന്ന് ഉദ്ധം ചിരിച്ചു.
ആ ചിരി കണ്ട് സമനില തെറ്റിയവൻ എന്ന ആനുകൂല്യം വേണമെന്ന് ഉദ്ധം സിംഗിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചു. പക്ഷേ ഉദ്ധം സിംഗ് അതിനെ എതിർത്തു. കർമ്മകാണ്ഡം പൂർത്തിയാക്കിയ ആത്മസംതൃപ്തിയിൽ തൻ്റെ ഉത്തമ ബോധ്യത്താൽ ചെയ്ത കൃത്യമെന്ന് സ്വയം ഏറ്റുപറഞ്ഞു. കോടതി വധശിക്ഷ വിധിച്ചു. അപ്പോഴും ഉദ്ധം പറഞ്ഞത് ഡൗൺ വിത്ത് ബ്രിട്ടീഷ് ഇമ്പീരിയലിസം, ഡൗൺ വിത്ത് ബ്രിട്ടീഷ് ഡർട്ടി ഡോഗ്സ് എന്നാണ്. 1940 ജൂലൈ 31 പെൻറ്റഗൺ വില്ല ജയിലിൽ വെച്ച് ഉദ്ധം മാതൃരാജ്യത്തിനായി കഴുമരത്തിലേറി. എങ്കിലും